റോമാലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനം. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പാപം എത്ര വലുതാണെങ്കിലും ദൈവത്തിന്റെ സ്നേഹം അതിലും വലുതാണ് എന്നാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പാപം ചെയ്യാം എന്നല്ല, പാപത്തിന് നമ്മുടെ മേൽ ഇനി ആധിപത്യം ഉണ്ടായിരിക്കുകയില്ല. അതായത് പാപം ഇനി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിയന്ത്രണ ശക്തി ആയിരിക്കരുത് എന്നാണ്. പാപവുമായി നാം പോരാടുകയില്ല എന്നല്ല ഇതിനർത്ഥം. പിന്നെയോ നമ്മെ അടിമകളാക്കാനുള്ള അതിന്റെ ശക്തി തകർന്നിരിക്കുന്നു. കാരണം നമ്മൾ നിയമപ്രമാണത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. ഇവിടെ നിയമം എന്നത് ദൈവം ഇസ്രായേലർക്ക് നൽകിയ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. നിയമത്തിൽ നാം വീഴ്ച വരുത്തുന്നതിനാൽ അത് നമ്മെ കുറ്റം വിധിക്കുന്നു. മറുവശത്ത് കൃപ എന്നത് ദൈവത്തിന്റെ അനർഹമായ പ്രീതിയും നമ്മോടുള്ള സ്നേഹവുമാണ്. നമുക്ക് വേണ്ടി നിയമം നിറവേറ്റിയ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ ദാനമാണിത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു കുഴിയിൽ കുടുങ്ങിപ്പോയി. അവൻ അറിയാവുന്ന എല്ലാ തിയറികളും ഉപയോഗിച്ച് അവൻ അതിൽ നിന്ന് കയറാൻ പരിശ്രമിച്ചു. എന്നാൽ കുത്തനെയുള്ള മതിലുകൾ അവനെ പിന്നോട്ട് മറിച്ചു. അവൻ ക്ഷീണിതനും നിരാശനുമാണ്. പിന്നെ ഒരു ദയാലുവായ വ്യക്തി വന്ന് ഒരു കയർ കുഴിയിലേക്ക് ഇട്ടുകൊടുത്ത് ആ മനുഷ്യൻ അതിൽ പിടിച്ചു കയറി രക്ഷപ്പെടും. അവൻ സ്വന്തം പരിശ്രമം കൊണ്ടല്ല, മറിച്ച് മറ്റൊരാളുടെ അർഹതയില്ലാത്ത സഹായം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. നമുക്കൊരിക്കലും സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്ത പാപക്കുഴിയിൽ നിന്നും കൃപയാൽ നാം എങ്ങനെ മോചിതരാകുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഇത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. വിശ്വാസികൾ ഇനി പാപത്തിന്റെ അടിമകളല്ലെന്നും യേശു ക്രിസ്തുവിലൂടെ ദൈവകൃപയാൽ സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നു എന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പാപ സാഹചര്യങ്ങൾ എനിക്കുണ്ടായാലും സങ്കടങ്ങൾ എനിക്കുണ്ടായാലും അതിന് കീഴിലല്ല ഞാൻ. ഏതവസ്ഥയിൽ ഞാൻ വീണാലും ആ അവസ്ഥയിൽ നിന്നും എന്നെ ഉയർത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കൃപയ്ക്ക് കീഴിലാണ് ഞാനെന്ന് വിശ്വസിക്കുക. മുൻപോട്ട് പോവുക. നല്ല ദൈവം തന്റെ വചനത്താൽ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.